58 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ. 6-ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ആ പ്രതിമയെ 2001 സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് താലിബാൻ തകർത്തുകളഞ്ഞു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ ഈ ബുദ്ധപ്രതിമ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ താലിബാന് സാധിച്ചു. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വേട്ടയാടലിന്റെ പരിസമാപ്തിയായിരുന്നു ആ സംഭവം. നൂറ്റാണ്ടുകളായി വേട്ടയാടപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയുടെ കഥയറിയാം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ, സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ ഉയരത്തിൽ ബാമിയാൻ താഴ്വരയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 58 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ ബാമിയാൻ ബുദ്ധ. ഇതിന് തൊട്ടടുത്തായി 38 മീറ്റർ ഉയരമുള്ള മറ്റൊരു പ്രതിമ കൂടി സ്ഥിതി ചെയ്യുന്നു. 6-ാം നൂറ്റാണ്ടിലാണ് ടൊഗാരിസ്ഥാനും വടക്കൻ അഫ്ഗാനിസ്ഥാനിലും ഭരണം നടത്തിയിരുന്ന ഹെഫ്തലൈറ്റ്സ് ആണ് ഈ ബുദ്ധപ്രതിമ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ചത്. പഴയ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശത്ത് പാറ തുറന്നായിരുന്നു പ്രതിമ നിർമ്മാണം നടന്നത്. അന്ന് ഒരുപാട് ബുദ്ധമത വിശ്വാസികളുടെ പുണ്യഭൂമി കൂടിയായിരുന്നു ഈ താഴ്വാരം. മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ചക്രവർത്തിയുമായിരുന്ന മംഗോൾ വംശജനായ ചെങ്കിസ് ഖാൻ 1221 ഈ പ്രദേശം പിടിച്ചടക്കിയെങ്കിലും തൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ശക്തി പ്രകടനത്തിന് വലിയ ബുദ്ധപ്രതിമകൾ നശിപ്പിക്കണമെന്ന ചിന്ത പോലും അദ്ദേഹത്തിന് വന്നില്ല. പക്ഷേ ഇദ്ദേഹം വെറുതെ വിട്ട ബുദ്ധപ്രതിമയോട് കടുത്ത അസഹിഷ്ണുതയാണ് പിന്നീട് ചരിത്രം കാണിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ ബാബർ വിജയക്കൊടി പാറിച്ചതോടെയാണ് ബുദ്ധപ്രതിമയുടെ വിധി മാറി തുടങ്ങിയത്. മുഗൾ ചക്രവർത്തിയായി ഇദ്ദേഹം 1528 ഇത് തകർക്കാൻ ഉത്തരവിട്ടതായി അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിൽ പറയുന്നു. പിന്നീട് മുഗൾ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ കാലത്ത് പീരങ്കികൾ ഉപയോഗിച്ച് പ്രതിമയുടെ കാലുകൾ പൂർണ്ണമായും തകർത്തു. അപ്പോഴും ബുദ്ധപ്രതിമ വർഷങ്ങളോളം തലയെടുപ്പോടെ നിന്നുവെങ്കിലും 1800 പേർഷ്യൻ രാജാവായ നാദർ അഫ്ഷർ ബുദ്ധപ്രതിമയ്ക്ക് നേരെ പീരങ്കി പ്രയോഗം നടത്തി. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അഫ്ഗാൻ രാജാവായ അബ്ദുൾ റഹ്മാൻ ഖാൻ സൈനിക പ്രചാരണത്തിനിടെ സൗമ്യനായ ബുദ്ധപ്രതിമയുടെ മുഖം നശിപ്പിച്ചു. 1994 കാലഘട്ടമായപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ താലിബാൻ രൂപീകരിക്കപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഇന്നത്തെ വിധിയെഴുത്തിന് മുൻപ് തന്നെ ബുദ്ധപ്രതിമ നീക്കം ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. 2001 മാർച്ചിൽ താലിബാൻ നേതാവ് മുല്ല മുഹമ്മദ് ഒമറിന്റെ ഉത്തരവിനെ തുടർന്ന് താലിബാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 2 പ്രതിമകളും തകർത്തു കളഞ്ഞു. ശിലാഘടനയായതുകൊണ്ട് തന്നെ പ്രതിമ തുറന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ദിവസങ്ങളോളം പ്രയത്നിച്ച ശേഷമാണ് തകർക്കൽ പ്രക്രിയ നടന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 2 ബുദ്ധപ്രതിമകളും നശിപ്പിച്ച താലിബാനോട് ബുദ്ധമത വിശ്വാസികൾ പ്രതിഷേധം അറിയിച്ചു. വിഗ്രഹാരാധന വിലക്കുള്ള ഏകദൈവം പ്രോത്സാഹിപ്പിക്കുന്ന ഷിർക്ക് നിയമങ്ങളെ ഉദ്ധരിച്ചായിരുന്നു താലിബാന്റെ ഈ പ്രവൃത്തി. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ശിലയെ നശിപ്പിച്ച താലിബാന്റെ രീതിയോട് ലോകമെങ്ങും പ്രതിഷേധം അലയടിച്ചു. ചൈനയിലും ശ്രീലങ്കയിലും ബാമിയാൻ പ്രതിമകളുടെ മാതൃകയിലുള്ള പ്രതിമകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രതിമ പുനർനിർമ്മാണം നടത്താൻ ശ്രമങ്ങൾ നടന്നുവെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം അധികാരത്തിലെത്തിയതോടെ ആ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചു. ഇന്ന് 2024 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം അധികാരത്തിലെത്തിയിട്ട് 3 വർഷങ്ങൾ പിന്നിടുന്നു. ചരിത്ര സ്മൃതികളോട് താലിബാൻ ചെയ്ത ഈ ക്രൂരതയെ ന്യായീകരിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു പ്രതിമ അഫ്ഗാനിസ്ഥാനിൽ പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കില്ലല്ലോ.